ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VJR. യെസ്, നമ്മുടെ പരീക്ഷ എടുക്കാറായിട്ടുണ്ട് മക്കളെ അല്ലേ. അപ്പോൾ എന്നെ അറിയാത്ത ഒരുപാട് പേരുണ്ടാവും ഇവിടെ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, എൻ്റെ പേര് VJR എന്നാണ് കേട്ടോ. വൈശാഖ് JR എന്നാണ് ഫുൾ നെയിം. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക. നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പരീക്ഷ എഴുതണം. ഒരു ക്വസ്റ്റ്യൻ തരാം. അപ്പോൾ നമുക്ക് കൂടുതൽ സമയം കളയണ്ടല്ലോ. ക്ലാസ് കാണുന്നതിന് മുമ്പേ തന്നെ ലൈക്ക് അടിക്കുക. ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ഫീഡ്ബാക്ക് കൂടെ ഇട്ടേക്കുക കേട്ടോ. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് അടുത്ത ദിവസത്തെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് സാറ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ചോദ്യം ഞാനൊന്ന് വായിച്ചുതരാം, ശ്രദ്ധിച്ചിരിക്കട്ടോ. 51/10 ചുവടെയുള്ള ഭിന്നസംഖ്യകളുടെ ദശാംശ രൂപം എഴുതുക. ദശാംശ രൂപം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഡെസിമൽ നമ്പേഴ്സ്. മലയാളത്തിൽ ദശാംശ രൂപത്തിന്റെ ഇംഗ്ലീഷ് ആണ് ഡെസിമൽ നമ്പേഴ്സ്. മക്കളെ, ഡെസിമൽ നമ്പേഴ്സിന്റെ തന്നിരിക്കുന്നതിന്റെ ഡെസിമൽ ഫോം നമ്പർ എന്ത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏതൊരു ചോദ്യത്തിലും താഴെ ഒരു 1ഉം 0കളും, അതായത് 10ന്റെ പവേഴ്സ് എന്നാണ് പറയാ, ദ പവേഴ്സ് ഓഫ് 10, അതായത് 10ന്റെ കൃതികൾ വന്നാൽ താഴെ ഒരു 1ഉം 0കളും വന്നാൽ ഒന്നാമത്തെ ചോദ്യം ചെയ്യാൻ സിമ്പിൾ ആണ്. 51/10ന്റെ ദശാംശം കാണാനേ താഴെ ഒരു 1ഉം 0 അല്ലേ? ഒരു 1ഉം 0 കണ്ട ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ? ആ മുകളിലുള്ള 51 എഴുതി ഒരു 0 ആണെങ്കിൽ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടാം. അപ്പോൾ ഒരു സ്ഥാനം മാറ്റി ബാക്കോട്ട് പോയിന്റ് ഇട്ടോ. ആൻസർ 5.1. സെറ്റ്. റെഡിയാണോ? അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, താഴെ ഒരു 1ഉം 0 വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മുകളിലുള്ള നമ്പർ അതേപോലെ ഇട്ട് വെക്കാം. സിമ്പിൾ സാധനമാണ്. ഞാൻ അടുത്ത ചോദ്യം അതുപോലെ ഇത്തരം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അപ്പോൾ അത് ചെയ്തു കേട്ടോ. അടുത്ത് 513/10. താഴെ ഒരു 1ഉം 0ങ്ങളൊക്കെ വരാം. ഒരു 1ഉം 0, 10, 100, 1000, 10000 ഇങ്ങനത്തെ സംഖ്യകൾ വരണം. അല്ലാണ്ട് ഏതൊക്കെയോ സംഖ്യകൾ 2ഉം 0, 2, 20 അത് പറ്റൂല. ഒരു 1ഉം 0ങ്ങളും 10ന്റെ കൃതികൾ മാത്രമേ വരാവൂ. കണ്ടോ, ഒരു 1ഉം 0 വന്നാൽ ഉടനെ 513 എഴുതാ. മുകളിലുള്ള 513 എഴുതിയിട്ട് ഒരു 0 ആണെങ്കിൽ ഒരു സ്ഥാനം മാറ്റി ബാക്കോട്ട് പോയിന്റ് ഇടാം. ബാക്കോട്ട് ഇടാൻ പാടുള്ളൂ കേട്ടോ, എപ്പോഴും ബാക്കോട്ട് ഇടാം. 0-ത്തിനനുസരിച്ച് ബാക്കോട്ട് പോയിന്റ് ഇടാം. അടുത്ത ചോദ്യം നോക്കിയാലോ നമുക്ക്. അടുത്ത ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം 513/100. സിമ്പിൾ സാധനമാണ്. 513 എഴുതുന്നു. 2 0 സ്വാഭാവികമായിട്ടും 2 സ്ഥാനം 1, 2 പോയിന്റ് ഇട്ടേ. 5.13. സെറ്റ്. അടുത്തത് നാലാമത്തെ ചോദ്യം. 513/1000. ഒരു 1ഉം 0ങ്ങളും കണ്ടു. മുകളിലുള്ള 513 അതേപോലെ എഴുതുന്നു. എത്ര 0 നോക്കടാ? 1, 2, 3. 3 zeros ആണെങ്കിൽ 3 പ്ലേസ് മാറ്റുക. 1, 2, 3 കണ്ടോ. അപ്പം ഇവിടെ ആയിരിക്കും പോയിന്റ് വരാം. 0.513. 3 ആണ് കേട്ടോ. 513. ഓക്കെ. അഞ്ചാമത്തെ ചോദ്യം നിങ്ങൾ സ്വന്തം ചെയ്യോ, അല്ലെ സാറിനെ ചെയ്യണോ? ഓക്കെ. 5130/1000 അല്ലേടാ? 1000 ചെയ്ത് നോക്കാം അല്ലേ. അപ്പം എന്ത് ചെയ്യും? ഒരു 1ഉം 0ങ്ങളും വേണേ മുകളിലുള്ള 0, താഴത്തുള്ള 0 വെട്ടൊക്കെ ചെയ്യട്ടോ. ഒരു 1ഉം 0ങ്ങളും കണ്ടാൽ ഉടനെ തന്നെ എന്ത് ചെയ്യുക? 5130 മുകളിലുള്ള ഇതാ 1, 2, 3. 3 0 ആയതുകൊണ്ട് 1, 2, 3 സ്ഥാനം മാറ്റി പോയിന്റ് ഇടാം. നമ്മുടെ ഉത്തരം ഒരേ പൊളി. സെറ്റ് എന്ന് പറഞ്ഞ കമന്റ് ചെയ്തേ. ഒന്ന് ലൈക്ക് അടിച്ചേ. കമന്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ലൈക്ക് ബട്ടൺ അടിച്ചു പൊടിക്കുക. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ചാപ്റ്റർ നമ്മൾ കിടലമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് സാറ് വീണ്ടും വരാം. താങ്ക് യു. ബൈ.